ഇന്ത്യ മുന്നണി, ഇന്ത്യ അലയൻസ് ഇതുണ്ടാക്കിയ സമയത്ത് കറക്റ്റ് ആ തുടങ്ങിയ ഇവരുടെ ആദ്യത്തെ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വളരെ കൃത്യമായിട്ടൊരു വീഡിയോയിൽ പറഞ്ഞു എന്തിനു വേണ്ടിയാണ് ഇത് ഫോം ചെയ്യുന്നത്. പെട്ടെന്നൊരു തട്ടിക്കൂട്ടൽ, ഇരുപത്തിയെട്ടോളം പാർട്ടികൾ, അതിൽ 17ഓളം പാർട്ടികൾക്ക് ഒരു MP-മാർ. ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് EDയും CBI ഇവരെ സ്ഥിരം റീഡ് ചെയ്യുന്നു. കാരണം അഴിമതിയുടെ ഭാഗമായിട്ട് അത് മോഡി ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്, ഇന്ത്യയിൽ നിന്ന് കറപ്ഷൻ റൂട്ട് ഔട്ട് ചെയ്യണം. ഈ റെയ്ഡൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഇവരുടെ വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും കോടികളല്ലേ കിട്ടിയത്. അതില്ല എന്ന് പറയാൻ സാധിക്കുമോ? കാരണം നമ്മുടെ നേക്കഡ് ഐസിൻ്റെ മുമ്പിൽ വളരെ വിസിബിളായിരുന്നു. അവരെ കോടതികൾ ശിക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പം അതിനുവേണ്ടി തട്ടിക്കൂട്ടിയ സംഭവമാണ്. സുപ്രീം കോടതിയിൽ പോകുന്നു, സുപ്രീം കോടതി പറയുന്നു കാരണം അവർ സുപ്രീം കോടതി ഈ പാർട്ടികളെല്ലാം കൂടെ ആവശ്യപ്പെടുകയാണ് EDയെയും CBIയെയും റെയ്ഡിൽ നിന്നും മാറ്റി നിർത്തണം. ആദ്യം പല സ്റ്റേറ്റുകളും ചെയ്ത് നിങ്ങൾക്കറിയാം. ഇവരുടെ ഈ സാങ്ഷൻ കൊടുക്കുന്ന പരിപാടി CBIക്ക് EDയ്ക്ക് സാങ്ഷൻ സ്റ്റേറ്റുകൾ ഇല്ലാതാക്കുന്നു. അവിടെ വീണ്ടും BJP തിരിച്ചു വരുന്നു, തിരിച്ചു കൊടുക്കുന്നു. അപ്പം അതിനുവേണ്ടി തട്ടിക്കൂട്ടിയ ഒരു സംഭവമായിരുന്നു ഇന്ത്യ അലയൻസ്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും സീനിയറായിട്ടുള്ള ഒരു നേതാവ്. നിങ്ങളെല്ലാം റിസർച്ച് ചെയ്ത് നോക്കിക്കണം ഞാൻ ഈ പറയുന്നത്. ഇന്ത്യ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി, നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയത്, അല്ലാതെ ബാക്ക് ഡോർ എൻട്രി ഒന്നും അല്ല, ഇലക്ഷനിൽ കൂടെ കയറി വന്നതാണ്. ആ പ്രധാനമന്ത്രിയെ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർ പോലും ചോർ, കള്ളൻ എന്ന് വിളിച്ചിട്ടില്ല. ചൗക്കിദാർ ചോർ ഹേ ആദ്യത്തെ പുള്ളി പറഞ്ഞത്. ഇതേപോലെ പിന്നീട് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടാത്തതിൻ്റെ കാര്യം നരേന്ദ്രമോദി അതിൻ്റെ അവിടെ ഇരുന്നത് കൊണ്ടാണ്. രണ്ടാമത്തെ വളരെ ഇമ്മച്യൂർ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേർ പറയത്തില്ലയോ, അതേ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ ചെറുപ്പക്കാരനൊന്നുമല്ല, എൻ്റെ അത്രയും പ്രായമുണ്ട്. കാരണം എനിക്ക് 53 വയസ്സായ, അയാളും 71, അയാൾക്ക് 53 വയസ്സ് കഴിഞ്ഞ് കാണും. അപ്പം ഈ പറയുന്ന രീതിയിൽ ഇമ്മച്യൂറായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും പ്രവൃത്തി അതുപോലെ തന്നെ. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പാർലമെൻറ്റിൽ കേട്ട് കഴിഞ്ഞാൽ പലതും ഈ തത്തയെ പഠിപ്പിക്കത്തില്ലേ, നമ്മൾ തത്തമ്മയെ പൂച്ച അതേപോലെ പഠിപ്പിച്ചെടുക്കുന്ന രീതിയിലാണ് ഓരോ പ്രസംഗങ്ങളുടെ വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഈ പ്രസംഗത്തിനൊന്ന് ഡെപ്ത് ഇല്ലാതെ പോകുന്നത്. ജോഡോ യാത്ര പറഞ്ഞ് ഇന്ത്യ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞ 35 വർഷം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഒന്നിച്ച് നിൽക്കുന്നത് 2014 ശേഷമാണ്. അല്ലെ പറയും ഏത് സമയത്താണ് ഇന്ത്യ ഒന്നിച്ചു നിന്നത്? ഇന്ത്യയുടെ എല്ലായിടത്തും പ്രശ്നങ്ങളില്ലായിരുന്നു. അപ്പം പിന്നെ പറഞ്ഞു അൺഎംപ്ലോയ്മെൻറ്റ്. സത്യം പറഞ്ഞാൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരു സീനിയറായിട്ടുള്ള ഒരാളെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ രാഹുൽ ഗാന്ധിയാണ്. ലിറ്ററലി അൺഎംപ്ലോയിഡ് ആണ് പുള്ളി. ഒരു എംപ്ലോയി ആവുന്ന ഒരാൾക്ക് നമുക്ക് നാളെ പറ്റി ഒരു പ്രതീക്ഷയുണ്ട്. നാളെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ജോലി ചെയ്യണം. അതാണ് സ്വയമേ എംപ്ലോയും സെൽഫ് എംപ്ലോയ് ഒരിടത്ത് ജോലി ചെയ്യുവാണെങ്കിൽ നമ്മളെല്ലാം കാൽക്കുലേറ്റഡ് രീതിയിലാണ് പോകുന്നത്. ഇപ്പം അടുത്ത യാത്ര നടത്താൻ പോവുകയാണ്. ഏകദേശം 14 സ്റ്റേറ്റ്, അതിന് വേറെ പേരായിട്ടേക്കുന്നത്. ഇപ്പം യാത്രാ സമയത്ത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പാർട്ടി ഇല്ലാതെ യാത്ര നടത്തിയോട് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. എനിക്കൊന്ന് കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയെ ഡൽഹിയിൽ നിർത്താതിരിക്കാനുള്ള പരിപാടിയാണ് യാത്രയായിട്ട് പറഞ്ഞു വിട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ യാത്രയുമായിട്ട് കോൺഗ്രസിൻ്റെ സീനിയറായിട്ടോ പ്രധാനപ്പെട്ട നേതാവ് ക്രൗഡ് പുള്ളർ പുള്ളിയാണെന്നാണ് പറയുന്നത്. ഇയാളെ എന്തിനാണ് യാത്രയ്ക്ക് പറഞ്ഞു വിടുന്നത്? അത് പോകുന്ന സ്റ്റേറ്റുകളാണ് ബീഹാർ. അവിടെ എവിടെയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് കൂടെ പറഞ്ഞത് ആ നേതാക്കന്മാർ. എവിടെയാണ് അവിടെ കോൺഗ്രസ് പാർട്ടി ഉള്ളത്? പിന്നെ യു പിയിൽ ഒരു സമയത്ത് ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു. ഇന്നവിടെ അമേഠി പോലും തോറ്റു. അടുത്ത പ്രാവശ്യം റായ്ബറേലിയും തോറ്റുപോകും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യത്തിലോട്ട് വരാം. ഈ മുന്നണിയുടെ സംവിധാനം. ഈ മുന്നണിയിൽ 4 പേർക്കോളം പ്രധാനമന്ത്രിയാകാനുള്ള താല്പര്യമുണ്ട്. അതായത് നിതീഷ് കുമാർ, മമതാ ബാനർജി, സൗത്തിൽ നിന്നുള്ള MK സ്റ്റാലിൻ, അരവിന്ദ് കെജ്രിവാൾ.
ഇവരാണ് 4 പേര്. ഖർഗെ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആക്കിയപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കും, ഇപ്പം കളി ബാറ്റിംഗ് ടീമാണെങ്കിൽ ഈ ഈവനിങ് ടൈം 4-4:30 മുമ്പ് ഇവരുടെ വിക്കറ്റ് പോവുകയാണെങ്കിൽ ബാറ്റിംഗ് ടീം, ഇത് നൈറ്റ് വാച്ച്മാനായിട്ട് ടെയിലെൻഡിലുള്ള കളിക്കാരനെ അങ്ങോട്ട് പറഞ്ഞു വിടും. കാരണം അവൻ്റെ ഉത്തരവാദിത്വം ഒന്ന് മാത്രമേ ഉള്ളൂ, വിക്കറ്റ് പോകാതെ സൂക്ഷിക്കണം. നെക്സ്റ്റ് ഡേ മോർണിംഗ് 3-4 ഓവറിൽ ബാറ്റ് ചെയ്യണം. അതിനുശേഷം ബാറ്റിംഗ് ഓർഡർ ടോപ്പ് ആൻഡ് ബാറ്റ്സ്മാൻമാർ വന്ന് ബാറ്റ് ചെയ്യും. ഇതിനാണ് നൈറ്റ് വാച്ച്മാൻ എന്ന് പേര് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഖർഗെ അവിടെ കൊണ്ടുവന്ന നൈറ്റ് വാച്ച്മാൻ ആയിട്ടായിരുന്നു. ഈ നൈറ്റ് വാച്ച്മാൻ വന്നപ്പോഴേ ഔട്ടായിപ്പോയി, അതായത് ഈവനിങ് ടൈമിലേ ഔട്ടായിപ്പോയി. ഇദ്ദേഹത്തെ പിടിച്ചെടുത്ത പ്രധാനമന്ത്രി കാൻഡിഡേറ്റായിട്ട് ഇവർ ഷോ ചെയ്യാൻ പോവുക. അതായത് ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഈ കുടുംബം, ഈ പാർട്ടിയെ നശിപ്പിക്കുന്നതിൻ്റെ ചില ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഖർഗെ എന്ന് പറഞ്ഞ പ്രായമായിട്ടുള്ള മനുഷ്യർ, അദ്ദേഹത്തിന് നേരെ ചൊവ്വേ യാത്ര ചെയ്യാനൊന്നും പറ്റുന്നൊന്നുമില്ല, അദ്ദേഹത്തെ മാത്രമേ കിട്ടിയുള്ളൂ. അതേപോലെ നേരത്തെ കൊണ്ടുവന്നതാണ് സീതാറാം കേസരി, ബീഹാറിൽ നിന്നുള്ള മറ്റൊരു നേതാവിന്. എത്രയോ ചെറുപ്പക്കാരല്ലാത്തൊരു 50 വയസ്സോ 55 വയസ്സോ ഉള്ളവർ എത്രയോ പേരുണ്ട്, കഴിവുള്ളവർ. അപ്പോൾ അവരെ ഒന്നും കൊണ്ടുവരാൻ ഖർഗെ കൊണ്ടുവന്ന് വീണ്ടും ഈ കുടുംബത്തിൻ്റെ പ്രാവീണ്യം നിലനിർത്തുക. ഇനി ഈ അയോധ്യ ഇഷ്യൂ വന്നു. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇന്ന് ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി വളരെ ഇതായിട്ട് പറഞ്ഞു അദ്ദേഹം പങ്കെടുക്കുക, അദ്ദേഹത്തെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അയോധ്യയിൽ അദ്ദേഹം പോകും. ഇനി ഇന്ത്യ മുന്നണിക്കകത്ത് എത്ര പേര് പോയി? അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പാർട്ടികൾ ഞാൻ അയോധ്യയിൽ പോവുകയാണ്. ഇപ്പം ഹേമന്ത് സോറനാണെങ്കിൽ എല്ലാവരും ഒരേപോലെ പറഞ്ഞു കഴിഞ്ഞു. അഖിലേഷ് യാദവിൻ്റെ പാർട്ടി കഴിഞ്ഞു, ജനതാദൾ യുണൈറ്റഡ് പറഞ്ഞു, ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഞാൻ പറയുന്നത്, ഇവർക്ക് ഒരു ഫോക്കസ്ഡ് അജണ്ടയില്ല. വന്നത് ഈ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട റെയ്ഡ് വരരുത്, അതിനുവേണ്ടി ഒരു സംഭവം ഉണ്ടാക്കി. ഇപ്പോൾ പാർലമെൻറ്റിൽ ഇഷ്യൂ ഉണ്ടായി, ഇപ്പം ഇത്രയും പേരെ സസ്പെൻഡ് ചെയ്തു. ഇവർക്ക് അവിടെ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്കാണ് അയോധ്യ ഇഷ്യൂ കയറി വരുന്നത്. അതായത് മൂല്യമായിട്ട് നമുക്കൊരു മൂല്യമുണ്ട്, നമ്മുടെ ഐഡിയോളജി പലതുമുണ്ട്. അതായത് മോദി നയിക്കുന്ന BJP എതിർക്കാൻ ഇവർക്ക് എവിടെയും തത്വത്തിൽ എവിടെയും ഒന്നും സാധിക്കുന്നില്ല. ഇവർ കംപ്ലീറ്റ് ബ്ലാങ്കാണ്. ഇവരെല്ലാം കൂടി ഇന്ത്യ നയിച്ച് ഇവരൊരു പ്രധാനമന്ത്രിയെ ഉണ്ടാക്കി 100 സീറ്റ് കോൺഗ്രസിനും അവിടുന്ന് എല്ലാം കച്ചവടം നടത്തി അടുത്ത ഇന്ത്യയുടെ സ്ഥിതിയും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് അന്ന് ഞാൻ പറഞ്ഞു, ഈ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന സമയത്ത് പറഞ്ഞു ഇത് കച്ചവടമായിട്ട് ഇത് കൊള്ളയടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഈ സാധനമായിട്ട് പോവുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM. അവർ ബംഗാളിലും കേരളത്തിലും കോൺഗ്രസിനെ എതിർക്കും. ആലോചിച്ച് നോക്കുക, രാഹുൽ ഗാന്ധിക്ക് ജയിച്ച് നിൽക്കാൻ പോലും ഒരു വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റിലും ഒരു തെക്കേ ഇന്ത്യൻ സ്റ്റേറ്റിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ല. ആലോചിച്ച് നോക്കണം. കേരളത്തിലെ കോൺഗ്രസ്സുകാരും UDFനും വോട്ട് ചെയ്യുന്നവരൊക്കെ ആലോചിച്ച് നോക്കണം. അവരാണ് ഇന്ത്യയെ നയിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇമാജിൻ. ഇപ്പം ഇത് പറയുമ്പോൾ, ഈ യാഥാർത്ഥ്യം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ തട്ടിക്കൂട്ടെന്ന് പറഞ്ഞ സാധനം നമ്മളെ വീണ്ടും അധോഗതിയിൽ നിന്നും അധോഗതിയിലേക്ക്, അതായത് ഗർത്തത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് വേണോ, മുന്നോട്ട് പോകണോ? ഇതാണ് നമ്മുടെ മുമ്പിൽ, മലയാളികളുടെ മുമ്പിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കളും ഈ 2024 ഇലക്ഷനിൽ വളരെയധികം പേരെടുത്ത പല ആളുകളും വേറെ പാർട്ടിയിലോട്ട് സ്വിച്ച് ഓവർ ചെയ്യും. അത് കറക്റ്റാണ് ഈ സംഭവം. എങ്ങോട്ട് പോകും? ഇതാണ്, വേറെ ഏത് പാർട്ടിയാണ് ഉള്ളത്? ഇതും ചോദ്യമാണ്. കേജ്രിവാളിൻ്റെ കാര്യം, ആം ആദ്മി പാർട്ടിയുടെ കാര്യം ഏതാണ്ട് വളരെ വ്യക്തമായി കഴിഞ്ഞു. അതും വളരെ കൂടുതൽ താമസിക്കാതെ കേജ്രിവാൾ ഉൾപ്പെടെ അകത്താകാൻ പോവുകയാണ്. കാരണം ആ ലിക്കർ സ്കാം എന്ന് പറയുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. സുപ്രീം കോടതി ഇവർ ജാമ്യാപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ കോർട്ടിൻ്റെ ആ ജഡ്ജ്മെൻറ്റ് ഞാൻ വായിച്ചു നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അതായത് കേജ്രിവാളിനുൾപ്പെടെ ഉള്ളവർക്ക് അതിൻ്റെ അകത്ത് കൈയുണ്ട്. അപ്പം അതൊക്കെ നിൽക്കട്ടെ. ഇപ്പം എൻ്റെ ചോദ്യമാണ്, നമ്മൾ തീരുമാനിക്കേണ്ടത്, ഇന്ത്യ എന്ന മഹാരാജ്യം 24 ഇലക്ഷനിൽ മലയാളികൾ ഓരോരുത്തരും ചിന്തിക്കണം, മുന്നോട്ട് പോകണോ അതോ പുറകോട്ട് അടിച്ച് ഇതിനെ താറുമാറാക്കുന്ന കൂട്ടുമുന്നണിയായിട്ട് മുന്നോട്ട് പോകണോ? ഈ ചോദ്യമാണ്. ഈ ചോദ്യം ഇന്ത്യ അലയൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വളരെ വിസിബിളായിട്ട് വന്നിട്ടുണ്ട് എങ്ങോട്ടാണ് ഇത് പോകുന്നത്.
അതായത് ഇന്ത്യയിൽ നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാകണം. ഇപ്പം നരേന്ദ്രമോദിയും BJPയും ചലഞ്ച് ചെയ്യുന്ന പ്രതിപക്ഷം ഉണ്ടായാലേ യഥാർത്ഥ ജനാധിപത്യം ഇന്ത്യയിൽ ഉണ്ടാവുകയുള്ളൂ. അതെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധം മലയാളികൾക്ക് കിട്ടട്ടെ എന്ന് മാത്രമാണ് 2024 എൻ്റെ ആശംസകൾ. നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യൂട്യൂബ് ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കിട്ടുന്നതാണ്. ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. താങ്ക് യു.